അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനിയായ ഈ മഹത്തായ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, വഖഫ് മദ്രസ സംരക്ഷണ സമിതിയുടെ ചിറയൻകീഴ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ മുജീബ്, ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിലെ പ്രമുഖനായ പണ്ഡിതനും വാഗ്മിയുമായ VH അലിയാർ മൗലവി അൽ ഖാസിമി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ നാടിന്റെ ആത്മീയ നേതാക്കന്മാരെ, വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമെന്ന് അഭിമാനം കൊണ്ടിരുന്ന ഇന്ത്യ മഹാരാജ്യം 947 സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 77 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ജനസംഖ്യയിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാഷ്ട്രമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷ സമുദായത്തെ അരികുവൽക്കരിക്കുവാനുള്ള നിയമങ്ങളാണ് ഓരോ ദിവസവും ഇന്ത്യയിലെ ഭരണകർത്താക്കൾ പാസാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മതസമൂഹത്തെ മാത്രം ലക്ഷ്യമാക്കി അവരെ അപരവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പൗരത്വ നിയമം, ഏക സിവിൽ കോഡ്, ഏക ഇലക്ഷൻ, വഖഫ് ഭേദഗതി ബില്ല്, മദ്രസകൾക്കെതിരായ നീക്കം, അതുപോലെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ തുടങ്ങി ഒരു മുത്തലാഖ് നിയമം, അതുപോലെ ഇങ്ങനെയുള്ള ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള നിയമങ്ങളാണ് രാജ്യത്തെ ഭരണകർത്താക്കൾ ഓരോ ദിവസവും പാസാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പ്രതിഷേധം ഉയർത്തുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മഹല്ലുകളുടെ ഇമാമിയങ്ങൾ, മഹല്ല് ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഭാരവാഹികൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു വഖഫ് മദ്രസ സംരക്ഷണ സമിതി രൂപീകരിച്ചത്. അതിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് പെരുമാതുറയിൽ ഇത്തരത്തിലൊരു സംരക്ഷണ സമ്മേളനം സംഘടിപ്പിക്കാനുണ്ടായ ഉദ്ദേശം. ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ വഖഫ് മദ്രസ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ മുജീബ് സാഹിബിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആലുവ ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാമും കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനുമായ VH അലിയാർ മൗലവി അൽ ഖാസിമിയെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ എത്തിച്ചേരാമെന്ന് നമ്മളോട് നേരത്തെ അറിയിച്ചിട്ടുണ്ട് ബഹുമാനായ ചിറയൻകീഴ് MLA V ശശി. അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായി മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. SDPIയുടെ സംസ്ഥാന സമിതി അംഗം ജോർജ് മുണ്ടക്കയം, അദ്ദേഹം ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും പെരുമാതുറ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ജനറൽ സെക്രട്ടറിയുമായ MA അബ്ദുൽ വാഹിദ് അവരെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുനിൽ സലാം, അദ്ദേഹത്തിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ പെരുമാതുറ വലിയ പള്ളിയുടെ പ്രസിഡന്റ് ഹാരിസ് ഹസനി, അദ്ദേഹത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റ് ബഹുമാനായ സയ്യിദ് അലവി ഹാജിയെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റ് സലാഹുദ്ദീൻ സാഹിബിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണിയാപുരം മുസ്ലിം ജമാഅത്ത് ദർസ് ഫണ്ടിന്റെ പ്രസിഡന്റ് ഷഫീഖ് വടക്കതിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുത്തൻതോപ്പ് മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാം നാസിമുദ്ദീൻ ബാഖവിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചിറ്റാറ്റുമുക്ക് ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാം ഷറഫുദ്ദീൻ ബാഖവിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണിയാപുരം മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാം അൻവറുദ്ദീൻ അൻവരി അമരവിളയെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെരുമാതുറ വലിയ പള്ളിയുടെ ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ സിറാജിയെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ടൗൺ ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാം അർഷദ് അലി ഉസ്താദിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതുക്കുറിച്ചി ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാം ബഹുമാനായ അബ്ദുൽ ജലീൽ മൗലവിയെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മംഗലപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മാടൻകുള നൗഷാദ്, അദ്ദേഹത്തിന് ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാനായ കബീർ സാറിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SDP-യുടെ ചിറയൻകീഴ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാം മുടപുരത്തിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽഫെയർ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം MH സഫീർ സാഹിബിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ജസീമിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PDP-യുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം സാഹിബിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒറ്റപ്പന വാർഡ് മെമ്പർ അൻസൽ അൻസാരിയെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പേര് പറയാൻ വിട്ടുപോയ ബഹുമാനരായ ഇമാമിയങ്ങള്, അതുപോലെ മഹല്ല് ഭാരവാഹികള്, മറ്റ് സംഘടനാ നേതാക്കള്, മുഴുവൻ ആളുകള്, പെരുമാതുറയിലെ നല്ലവരായ നാട്ടുകാര്, ജനാധിപത്യ മതേതര വിശ്വാസികൾ മുഴുവൻ ആളുകളെയും ഞാൻ ഈ സംരക്ഷണ സമിതിയുടെ പേരിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഉദ്ഘാടനം BH അലിയാർ മൗലവി അൽ ഖാസിമി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമാണ് ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ആശംസകൾ അർപ്പിക്കുന്ന ഒരു വേദിയാണ് ഇപ്പോൾ നടക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ യോഗത്തിന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഉലമാക്കളും യുവാക്കളെ, നമ്മൾ ജനിച്ചു വളർന്ന ഈ രാജ്യത്ത് നമ്മുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഈ മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കൂട്ടം കൂടേണ്ട ഒരവസ്ഥ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രവുമായി വന്നിട്ടുള്ള ഇന്നത്തെ ഗവൺമെന്റുകളാണ് ഉണ്ടാക്കി തീർത്തിരിക്കുന്നത്. ഏകോദര സഹോദരന്മാരെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ വളർന്ന് ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ വ്യത്യസ്തമായ തട്ടുകളിലാക്കി വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതറി നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഇല്ലാതാക്കി നമ്മൾ ഈ സുന്ദരമായ ഇന്ത്യ രാജ്യത്തെ ശത്രുക്കൾക്ക് കഷ്ണങ്ങളാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതിനുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ചില നമ്മുടെ സഹോദരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങൾ എന്തുദ്ദേശത്തിന്റെ പേരിലാണ് ഇങ്ങനൊരു വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകിയിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സത്യത്തില് അവർ ചെയ്തിരിക്കുന്ന ആ മോശമായ ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ അവർക്കും ഒരു ഗുണം കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതം, ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് 60 70 ചിലർക്ക് അള്ളാഹു 100 വർഷം വരെ കൊടുക്കാം. ഈ ചെറിയ ജീവിതം കൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് അക്രമങ്ങളും അനീതികളും മോശത്തനങ്ങളും വിഭാഗീയതയും ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇന്ത്യ മഹാരാജ്യം നമ്മളിവിടെ സമാധാനത്തോട് ജീവിച്ച്. പ്രിയമുള്ളവരെ, വഖഫ് മദ്രസ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ ഉസ്താദ്, വേദിയിലുള്ള മത പണ്ഡിതന്മാരെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരുമിച്ച് കൂടിയതിൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ
കുറച്ചെങ്കിലുമൊക്കെ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കണം എന്നുള്ള, ഇന്ത്യയിൽ ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു ചരടിൽ കെട്ടിയ പുഷ്പങ്ങളെ പോലെ ജീവിച്ചിരുന്ന ഒരു ഇന്ത്യ മഹാരാജ്യമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും രീതിയിൽ ഇവിടെ പ്രചരണങ്ങളും ഹിന്ദു രാജ്യമാക്കാനുള്ള ഒരു RSSന്റെ ഒരു അജണ്ടയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.